എന്നാൽ മറുഭാഗത്ത് ഇതുവരെ സീറ്റ് ധാരണയൊന്നും ആയിട്ടില്ല എന്നാണ് അറിയുന്നത്. കാരണം സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയമായാൽ പോലും ഇവർ പരസ്പരം മത്സരിക്കുന്നു എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സമയത്ത് രാഷ്ട്രീയ നിരീക്ഷകരായ പലരും എങ്ങനെയാണ് BJPയിൽ നിന്ന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും പാഠം പഠിക്കേണ്ടത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം തന്നെ ഒരു മുന്നണിയുടെ കെട്ടുറപ്പിന്റെ പ്രശ്നമാണ്. ഇപ്പൊ BJP മുന്നണിയിലാണെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ചില താല്പര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ താല്പര്യങ്ങളൊക്കെ പൊതുവായ താല്പര്യത്തിന് വേണ്ടിക്കൊണ്ട് ബലികഴിച്ചുകൊണ്ട് പൊതുവായ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് മുന്നണിയിലെ ഘടകകക്ഷികൾ ചെയ്യേണ്ടത്. അത് BJP മുന്നണി ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിലെ മുന്നണി എന്താണ് ചെയ്യുന്നത്? അവർ ഓരോരുത്തരും ഞങ്ങൾക്കാണ് ജയിക്കാൻ സാധ്യത എന്നവർ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് ജയിക്കുന്ന സീറ്റ് കിട്ടണം. അപ്പോൾ ഓരോ പാർട്ടിയും പറയുന്നു ഞങ്ങൾക്ക് ഇത്രയധികം സീറ്റ് വേണം. ഇങ്ങനെ സീറ്റുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ബീഹാറിലെ മൊത്തം 243 സീറ്റ് പോരാ, അതിന്റെ 480 ആയാലും പോരാ, 500 ആയാലും ഇത് മതിയാവാത്ത സാഹചര്യമാണ്. കാരണം ഓരോ പാർട്ടികൾക്കും ന്യായമായി മത്സരിക്കാൻ കഴിവുള്ള സീറ്റിനേക്കാൾ 2-3 ഇരട്ടി സീറ്റുകളാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നണിയെ എങ്ങനെ കൊണ്ടുപോകുക എന്ന കാര്യം BJP മുന്നണിയിൽ പഠിക്കണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.